നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇൻറ്റ്യൂട്ടീവ് റീഡിംഗ് ആണ്. അതായത് ഈ തന്നിരിക്കുന്ന 2 ഫോട്ടോയിൽ നിന്നും ഏത് ഫോട്ടോയാണോ നിങ്ങളെ ആകർഷിക്കുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ഫോട്ടോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വഴി അമ്മ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നത് എന്ന് ഞാൻ പറയാം. ഇൻറ്റ്യൂട്ടീവ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കളക്റ്റീവാണ്. അതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഇതിപ്പം കാണുന്ന എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് കറക്റ്റ് ആകണമെന്നില്ല. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പം അതിൽ കുറേ പേർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും ഇത്. ഇൻറ്റ്യൂട്ടീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന, അതായത് ഈ റീഡിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് കാണിച്ചു തരുന്ന ആ ഒരു മെസ്സേജാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരിക്കത്തില്ല. ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കുള്ളൊരു മെസ്സേജാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ണടച്ചിരിക്കുക. കണ്ണടച്ച് കുറച്ച് നേരം, അതായത് 3 വട്ടം നിങ്ങൾ ശ്വാസം വളരെ നല്ല രീതിയിൽ അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുക. അപ്പം നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരാഗ്രഹം മനസ്സിൽ വിചാരിക്കുക. ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് കണ്ണ് തുറന്ന് ഈ വീഡിയോയിൽ കാണുന്ന 2 ഫോട്ടോകളും നോക്കുക. അത് നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഈ ഫോട്ടോസ് കൊടുത്തേക്കാം. പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ 2 ഫോട്ടോയിൽ ഏത് ഫോട്ടോയാണ് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഫോട്ടോയാണ് നിങ്ങളെ മാടി വിളിക്കുന്നത്, ആ ഒരു ഫോട്ടോ ചൂസ് ചെയ്യുക. 1, 2 എന്ന് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഫോട്ടോ ചൂസ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് ഞാൻ പറയാം. പിന്നെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് പറയാം, നിങ്ങൾ ആദ്യം 1 എടുത്ത് പിന്നെ 2 എടുത്ത് അങ്ങനെ മാറി മാറി എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓഫ് കോഴ്സ് അതിനകത്തൊരു പോയിൻ്റ് ഇല്ലല്ലോ. നിങ്ങൾ ഏതാണോ ആദ്യം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. അതിനി സന്തോഷകരമായാലും നെഗറ്റീവ് അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സങ്കടം തരുന്ന ആണെങ്കിൽ നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ഏതൊരു കാര്യവും നമ്മളുടെ പ്രാർത്ഥന കൊണ്ടും നമ്മളുടെ വിശ്വാസം കൊണ്ടും ഒക്കെ മാറി മറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നിൽ വരുന്ന ഒരു അപകടം നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തരുന്നു എന്നതേ കാണൂ. അല്ലാണ്ട് അങ്ങനെ തന്നെ സംഭവിക്കും അല്ലെങ്കിൽ നെഗറ്റീവ്സ് മാത്രമേ വരൂ എന്നൊന്നുമല്ല അതിനർത്ഥം. അപ്പോൾ കണ്ണുകളടച്ച് പതിയെ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ 1ാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. 1ാമത്തെ ഫോട്ടോ എടുത്തവരാണെങ്കിൽ അമ്മയുടെ സർവാലങ്കാരഭൂഷിതയായ, അത് വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള അമ്മയുടെ ഒരു ബിംബമാണ്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു പ്രതിഷ്ഠയാണ് ആ ഫോട്ടോ. ആ ഫോട്ടോയാണ് നിങ്ങളെ ആകർഷിച്ചത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിൽ അമ്മയുടെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നിരുന്നാലും ഒരുപാട് പേരുടെ അസൂയയും ഒരുപാട് പേരുടെ കണ്ണും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു തടസ്സം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അമ്മ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണിൽ കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ തന്നെ വലിയ ആപത്തിലൊന്നും പെടാതെ നിങ്ങളെ അമ്മ കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അമ്മയെ നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അമ്മയെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ. അമ്മയെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തിയോടുകൂടി ഇനിയും പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അമ്മ ഉറപ്പായും അമ്മ നടത്തി തരുന്നതായിരിക്കും. ഇനി 2ാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതരം ചൈതന്യവും, അത് സർവാലങ്കാരഭൂഷിതയായ അലങ്കാരത്തോടു കൂടി ഇരിക്കുന്നതാണ് ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. അതായത് പൂജകളൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ആ ഒരു അലങ്കാരത്തിലിരിക്കുന്ന ഫോട്ടോയാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ എന്തായിരുന്നാലും അതൊരു 10 മടങ്ങ് ശക്തിയോടുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരും. പക്ഷേ അതിന് നിങ്ങൾക്ക് വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ആ ചെയ്ത തെറ്റുകൾ ആ വ്യക്തികളോട് നിങ്ങൾ ക്ഷമ ചോദിക്കുക. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ
നേരിട്ട് പോയി ക്ഷമ ചോദിച്ച് അവരിൽ നിന്നും ആ ഒരു ക്ഷമ നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു ചെയ്ത ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് മാനഹാനിയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമ ചോദിക്കുക. നേരിട്ട് പോയി ചോദിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ചോദിച്ച് അമ്മയോട് നിങ്ങൾ ആ ക്ഷമ ചോദിച്ച് അത് നിങ്ങൾ അടിയറവ് പറയുക. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ഒക്കെ തന്നെ മാറി നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അമ്മ നിങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ അമ്മയ്ക്ക് നിങ്ങൾ ചെയ്ത ഈ ഒരു കാര്യത്തിൽ നിങ്ങളോട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു 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 എന്താ പറയുന്നത്, ഒരു ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ തടസ്സങ്ങൾക്കൊക്കെ കണ്ടിട്ടുകൂടി അമ്മ കണ്ണടച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ദ്രോഹിച്ച അല്ലെങ്കിൽ മാനസികപരമായി നിങ്ങൾ വേദനിപ്പിച്ച അല്ലെങ്കിൽ മാനഹാനി വരുത്തിയ ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമ ചോദിച്ച് അമ്മയോട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ആഗ്രഹം അമ്മ നേടിത്തരുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു റീഡിങ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് ഒരു ഗ്രൂപ്പായിട്ടുള്ള വ്യക്തികൾക്ക് വന്ന ഒരു മെസ്സേജ് അല്ല. ഇതാരോ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കോ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലെ രണ്ടാമത്തെ ഫോട്ടോയിലെ മെസ്സേജ് അത് ഏത് വ്യക്തിയാണെന്നുള്ളത് അത് ആരായാലും കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട. തുടർന്ന് വരുന്ന ഇനിയും വീഡിയോസ് വരുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് അത്ര സ്ട്രോങ് ആയിട്ട് കിട്ടിയൊരു മെസ്സേജ്, ആ രണ്ടാമത്തെ ഫോട്ടോയ്ക്ക് സ്ട്രോങ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു മെസ്സേജാണത്. ഇത് ആരിലേക്കോ എത്തിക്കണം എന്ന അമ്മയ്ക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇതിങ്ങനെ വന്നത്. അത് ആരായാലും ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും സിറ്റുവേഷനുമായിട്ട് ഈ രണ്ടാമത്തെ ഫോട്ടോയുടെ റീഡിങ് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുക.